അസ്സലാമു അലൈക്കും ബിസ്മില്ലാ വൽഹംദുലില്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ശഅബാൻ മാസമാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ശഅബാൻ മാസം മുഴുവനും നമുക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ലഭിക്കാൻ, നമുക്ക് സർവ്വവിധ പ്രയാസങ്ങളിൽ നിന്നും രക്ഷ കിട്ടുന്ന തരത്തിൽ ഈ ശഅബാൻ മാസത്തിൽ നമ്മൾ ഓതേണ്ടുന്ന ഒരു സൂറത്തിനെ കുറിച്ച് പരിചയപ്പെടുത്തി തരാനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അറിവിലും അമലിലും ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പരിശുദ്ധമായ സൂറത്ത് ഈ മാസം മുഴുവനും ഓതൽ നല്ലതാണ്, അനുഗ്രഹങ്ങൾ ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതുപോലെ തന്നെ നമ്മുടെ ദുആകൾ സ്വീകരിക്കും. ദുആകൾ സ്വീകരിക്കാൻ ഈ മാസത്തിൽ നമ്മൾ ചെയ്യുന്ന നമ്മുടെ ആഗ്രഹങ്ങൾ, പ്രാർത്ഥനകൾ എല്ലാം അള്ളാഹു സ്വീകരിക്കാൻ ഇൻഷാ അള്ളാഹ് ഈ സൂറത്തിനെ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഏതാണ് ആ സൂറത്ത്? സമയം കളയാതെ തന്നെ ഞാൻ പറയാം. സൂറത്തു ദുഖാനാണ്. സൂറത്തു ദുഖാൻ. ഈ സൂറത്തു ദുഖാനിൻ്റെ ആദ്യത്തെ 8 ആയത്ത്, ഇത് സാധാരണ എല്ലാ ദിവസവും ശഅബാനിൻ്റെ മുഴുവൻ ദിവസങ്ങളിലും ഇത് ഓതേണ്ടതാണ്, മുഴുവൻ ഓതണം. പക്ഷേ ശഅബാനിൻ്റെ ആദ്യത്തെ 15 ദിവസം ഈ സൂറത്തിൻ്റെ ആദ്യത്തെ 8 ആയത്തുകൾ മുടങ്ങാതെ ഓതിയിട്ട് ശഅബാൻ 15 ബറാഅത്ത് രാവിൻ്റെ അന്ന് നമ്മൾ ദുആ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓതിയതിൻ്റെ ബറക്കത്ത് കൊണ്ട് പടച്ചവൻ പ്രത്യേക പരിഗണന നൽകുമെന്ന് ഉലമാക്കൾ നമ്മെ പഠിപ്പിച്ചു തരുന്നു. പ്രിയപ്പെട്ടവരെ, ആദ്യത്തെ 8 ആയത്ത് 15 ദിവസം ഓതി 15ാമത്തെ ദിവസം എന്താണോ നമ്മുടെ ആഗ്രഹം, എന്താണോ നമ്മുടെ ദുആ, അത് റബ്ബ് സ്വീകരിക്കുന്നതാണ്. കാരണം ആ ദുഖാനിൻ്റെ 3ാമത്തെ ആയത്തിൽ തന്നെ ഈ പരിശുദ്ധമായ 15ാമത്തെ രാവ്, ബറാഅത്ത് രാവിനെ കുറിച്ച് അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ ഇമാമുന ഷാഫിഈ തങ്ങൾ പോലെയുള്ള, ഇമാമുന അബൂ ഹാമിദുൽ ഗസ്സാലി തങ്ങൾ പോലെയുള്ള മഹാരഥന്മാർ അതിനെ വ്യാഖ്യാനിക്കുന്നത് ബറാഅത്ത് രാവ് എന്ന് തന്നെയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആ രാവിൽ 15 ദിവസവും മുടങ്ങാതെ കൃത്യമായിട്ട് 8 ആയത്തുകൾ ഓതിയാൽ മതി. ആ 8 ആയത്തുകളും ഓതിയിട്ട് ഈ 15ാമത്തെ രാവിൻ്റെ അന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾ പടച്ചവൻ സ്വീകരിക്കും, ഉറപ്പാണ്. അപ്പോൾ നമ്മുടെ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി പലർക്കും എന്തൊക്കെയാണല്ലേ പ്രിയപ്പെട്ടവരെ, എത്ര പ്രശ്നങ്ങളാണ് അനുഭവിക്കുന്നത്. ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ 30 ലക്ഷം രൂപ കടമുണ്ട് ഉസ്താദേ, ദുആ രക്കണേ. മറ്റൊരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ എൻ്റെ മക്കൾ നല്ല വഴിക്ക് പോകാൻ വേണ്ടി ഒന്ന് ദുആ രക്കണേ, അവർ മോശമായ വഴിയിലൂടെയാണ് പോകുന്നത് എന്ന് ഞാൻ ഭയക്കുന്നു, ദുആ രക്കണേ ഉസ്താദേ എന്ന് പറഞ്ഞു. അതുപോലെ അടങ്ങുന്ന മറ്റൊരാൾ വിളിച്ചു പറഞ്ഞു, ഉസ്താദേ എൻ്റെ കച്ചവടത്തിൽ ഒരു പുരോഗതിയില്ല ഉസ്താദേ, ഒരു ലാഭവും എനിക്ക് ലഭിക്കുന്നില്ല, അതുകൊണ്ട് എനിക്ക് രക്ഷപ്പെടാൻ പോലും കഴിയുന്നില്ല ഉസ്താദേ, എനിക്ക് വെറും നഷ്ടമാണ്, ഞാൻ അതിലൂടെ ഒരുപാട് കടങ്ങൾ എനിക്കുണ്ടാവും ഉസ്താദേ, അത് വീടാൻ വേണ്ടി, ആ കടങ്ങൾ വീടാൻ വേണ്ടിയിട്ട് ദുആ രക്കണം ഉസ്താദ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വസിയത്തുകൾ. അല്ലാഹുവേ പടച്ചവനെ, പരിശുദ്ധമായ ഈ ദിനത്തിൻ്റെ ബറക്കത്ത് കൊണ്ട്, ശഅബാനിൻ്റെ ബറക്കത്ത് കൊണ്ട്, അർഹമുർ-റാഹിമായ റബ്ബേ, എല്ലാം അറിയുന്നവൻ നീയാണല്ലാഹ്. ഈ പറയപ്പെട്ട കമൻറ്റ് സെക്ഷനിൽ വന്ന് എല്ലാ വിഷമങ്ങളും പറയുന്ന എല്ലാവരുടെ വിഷമങ്ങളും കാണുന്നവൻ നീ മാത്രമാണ് തമ്പുരാനെ. എല്ലാത്തിനും നീ പരിഹാരം കൊടുക്കണേ അല്ലാ. പരിശുദ്ധമായ ശഅബാനിൻ്റെ ബറക്കത്ത് കൊണ്ട് എല്ലാത്തിനും റബ്ബേ അനുഗ്രഹങ്ങൾ കൊടുക്കണേ അല്ലാ. എല്ലാവർക്കും നിൻ്റെ ബറക്കത്ത് കൊടുത്ത് അനുഗ്രഹിക്കണമേ അല്ലാ. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.